നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോഴും ഇന്ത്യ മുന്നണിയിൽ തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒഴിയുന്നില്ല എന്നുള്ളത് കോൺഗ്രസിനെയും മറ്റ് ഘടകകക്ഷികളെയുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി രൂപീകരണ സമയത്തും ഇടഞ്ഞു നിന്ന തൃണമൂൽ കോൺഗ്രസ് വീണ്ടും പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് തന്നെ ഭീഷണി ഉയർത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഏകീകരണവും ഐക്യവുമില്ലാതെ ഇന്ത്യ മുന്നണി എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ മറികടക്കുമെന്നും ഇനി ജയിക്കുകയാണെങ്കിൽ എങ്ങനെ സർക്കാരുണ്ടാക്കുമെന്നും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ മുന്നണി നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും ഉന്നയിക്കുന്നത്. ജാതി സെൻസസിൽ തൃണമൂൽ കോൺഗ്രസ് എതിർപ്പുമായി രംഗത്ത് വന്നതോടെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കാനാവാതെ പ്രതിപക്ഷ പാർട്ടികൾ വലയുന്നു. നേരത്തെ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. അതിൽ ജാതി സെൻസസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ജാതി സെൻസസ് വാഗ്ദാനത്തെ മമതാ ബാനർജി എതിർക്കുന്നതാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുമെങ്കിലും പ്രത്യേകമായി പ്രകടന പത്രിക പുറത്തിറക്കിയത് അന്ന് വാർത്തയായിരുന്നു. സീറ്റ് വിഭജനത്തിൽ കടുംപിടുത്തം കാട്ടി ബംഗാളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന മമതാ ബാനർജി സഖ്യത്തിൻ്റെ പൊതുപ്രകടന പത്രികയിലും എതിർപ്പ് ഉന്നയിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വലിയ തലവേദനയായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ജാതി സെൻസസ് പ്രധാന വാഗ്ദാനമായി ഉന്നയിച്ച് പ്രകടന പത്രിക പുറത്തിറക്കാനാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നീക്കം. കോൺഗ്രസിൻ്റെ നിർദ്ദേശം RJD, NCP, ഇടത് കക്ഷികളൊക്കെ തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ ജാതി സെൻസസ് കോൺഗ്രസിൻ്റെ അജണ്ടയാണെന്നും അതിൻ്റെ പിന്നാലെ പോകാനില്ല എന്നുമാണ് മമതയുടെ അഭിപ്രായം. മാത്രമല്ല, കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ മുൻപോട്ട് വനിതാക്ഷേമ പദ്ധതികളും അഗ്നിപഥ് പിൻവലിക്കും എന്നുമൊക്കെയുള്ള വാഗ്ദാനങ്ങൾ അതേപടി പകർത്തിയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നത് എന്നും മമത ആരോപിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ചർച്ചകൾ ഈ വിഷയത്തിൽ വേണം എന്ന നിലപാടിലാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും. ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രത്യേക റാലിയിൽ പ്രകടന പത്രിക പുറത്തിറക്കാൻ നേരത്തെ ആലോചനയുണ്ടായിരുന്നു. ഇതിനിടെ കോൺഗ്രസും CPM-ഉം ചതിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകാതിരുന്നത് എന്ന് മമതാ ബാനർജി വെളിപ്പെടുത്തിയതും വലിയ ചർച്ചയായി. ബംഗാളിലെ സഖ്യം BJP-യെ സഹായിക്കാനാണെന്നും CPM-നും കോൺഗ്രസിനും ആരും വോട്ട് കൊടുക്കരുതെന്നും മമത പറയുന്നു. ജാതി സെൻസസ് കോൺഗ്രസിൻ്റെ അജണ്ടയായതിനാലാണ് പൊതുപ്രകടന പത്രികയിലെ നിർദ്ദേശം എതിർക്കുന്നത് എന്നും മമത കൂട്ടിച്ചേർക്കുന്നു. ബംഗാളിന് പുറത്തു മാത്രമേ ഇന്ത്യ സഖ്യമുള്ളൂവെന്നും റാലി നടക്കാനിരിക്കെ മമത വ്യക്തമാക്കി. ജാർഖണ്ഡിലെ റാലിയിൽ പ്രധാന കക്ഷി നേതാക്കൾക്കൊപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാളും പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ദൂരദർശൻ ചാനലിൻ്റെ ലോഗോയുടെ നിറം മാറ്റിയ നടപടി തിരുത്തണമെന്നും മമതാ ബാനർജി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ദൂരദർശൻ ലോഗോയുടെ നിറം കാവി നിറമാക്കി മാറ്റിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. ഇത് ഞെട്ടിപ്പിക്കുന്നതും നിയമവിരുദ്ധവും അധാർമികവുമാണ്. BJP-ക്ക് വേണ്ടി ദൂരദർശനെ മാറ്റിയിരിക്കുന്നു. ഇത് തിരുത്തണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അനുവദിച്ച് നൽകരുതെന്നും മമതാ ബാനർജി അഭിപ്രായപ്പെടുന്നു. ദൂരദർശൻ ഹിന്ദി, ഇംഗ്ലീഷ് വാർത്താ ചാനലുകളുടെ ലോഗോ നിറം കാവിയാക്കിയതിൽ വിവാദം കനക്കുന്നതിനിടെയാണ് മമതാ ബാനർജിയുടെ പ്രതികരണം. കേന്ദ്ര സർക്കാർ നടത്തുന്ന കാവ്യവൽക്കരണത്തിൻ്റെ ഉദാഹരണമാണ് ഇതെന്നാണ് ഒരു വിഭാഗം വിമർശനം ഉന്നയിക്കുന്നത്. ഭരണപക്ഷത്തിന് അനുകൂലമായ വാർത്തകളും പരിപാടികളും ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്യുന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം നിലനിൽക്കെയാണ് ലോഗോയുടെ നിറത്തിലും മാറ്റം വന്നത്.